റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റാണ്. ഡിയർ ഫ്രണ്ട്സ്, ഞാൻ എത്തിയിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ഫ്രൈഡ് റൈസുമായിട്ടാണ്. സാധാരണ ഫ്രൈഡ് റൈസിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ്, ചിക്കൻ ഫ്രൈഡ് റൈസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതായത് വീട്ടിലുള്ള ചേരുവകൾ വെച്ച് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന, എന്നാൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന സ്റ്റൈലിൽ അജിനോമോട്ടോ ചേർക്കാതെ അതേ തത്തുല്യമായ ടേസ്റ്റിൽ ഉണ്ടാക്കുന്ന ഒരു ഫ്രൈഡ് റൈസാണ്. അപ്പോൾ അതിന് ഞാൻ ഒരു കിലോ ബസ്മതി റൈസിനാണ് ഞാൻ ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. അതിനൊരു 250, അതായത് 2 കിലോ ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. കാരണം ജിഞ്ചർ ചിക്കനാണ് ഞാൻ അതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഒരു 250 വരും ബോൺലെസ് ചിക്കൻ, ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചിട്ട് ആ ചിക്കനാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ സെലറി ലീഫ്, കൊറിയാൻഡർ ലീഫ്, പിന്നെ ഒരു 1/4 കിലോ ബീൻസ് എടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റ്, ഒരു ക്യാപ്സിക്കം, എല്ലാം ഒരേ അളവിൽ അരിഞ്ഞത്. പിന്നെ നമുക്കിപ്പം അജിനോമോട്ടോ ചേർക്കാതെ അജിനോമോട്ടോയുടെ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞൊരു സീക്രട്ടാണ്. ചിക്കൻ സ്റ്റോക്കിൽ നമ്മൾ ചിക്കൻ വേവിച്ച, ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച ചിക്കനിൽ നിന്ന് എടുത്ത ആ ചിക്കൻ സ്റ്റോക്കിൽ നമ്മൾ സെലറി ലീഫിൻ്റെ തണ്ടും കുറച്ച് ഇലയും കൂടി അരിഞ്ഞിടുക ആ ചൂടിലേക്ക് തന്നെ. എന്നിട്ട് അതാണ് നമ്മൾ അജിനോമോട്ടോയുടെ ടേസ്റ്റിൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഞാനത് കാണിച്ചു തരാം. 1 കിലോ അരിക്ക് 1 കപ്പ് സൺഫ്ലവർ ഓയിലാണ് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ബീൻസ്, ക്യാപ്സിക്കം, ക്യാരറ്റ്, അതിലേക്ക് നന്നായി ഫ്രൈ ചെയ്യും. ചേർത്ത് ഫ്രൈ ചെയ്യുക. അപ്പോൾ ഉപ്പ് നന്നായിട്ട് ബീൻസിലും ക്യാരറ്റിലും നമ്മൾ എന്തൊക്കെ ചേർക്കുന്നോ അതിലൊക്കെ നന്നായിട്ട് ഉപ്പ് അബ്സോർബ് ചെയ്തോളൂ. ഹാഫ് ബോയിൽഡ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഒരുപാട് മിൻസ് ചെയ്ത പോലെ ആക്കണ്ട, എന്നാലും ഒന്ന് സ്ലൈറ്റായിട്ട് നമുക്കിപ്പോൾ പിസ്സക്കൊക്കെ വെക്കുന്ന പോലെ തന്നെ പീസാക്കിയിട്ട് അതിലേക്ക് ഇടുക. നമ്മൾ ഇതിലിട്ട ചിക്കൻ പീസെല്ലാം സ്പാച്ചിലുണ്ട്, നന്നായി ഒന്ന് പീസാക്കും. ഇതായിപ്പം റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് റൈസ് ഇതിലേക്ക് ഇടാം. ഇനിയാണ് നമ്മളുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത്. ഇതാണ് അജിനോമോട്ടോ എന്നുള്ള വേണ്ടാത്ത ഒരു ഇൻഗ്രീഡിയൻറ്റിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റാണ്, കുറച്ചുകൂടി നന്നായിട്ട് തോന്നും. അങ്ങനെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെ ഒരു സ്പെഷ്യൽ ടേസ്റ്റുമായി ഞാൻ ഒരു ഫ്രൈഡ് റൈസ് റെഡിയാക്കി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഒരിക്കൽ കൂടി ഹാപ്പി ആണോ. താങ്ക് യു.